ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്നു മുതൽ 9 ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾക്കായിട്ട് നമുക്കിന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. അങ്ങനെ പെന്തക്കുസ്ത തിരുനാൾ ആഘോഷമാക്കാം. സെഹിയോൻ മാളികയിലേക്ക് പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും ഒത്തുകൂടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറഞ്ഞിരുന്നല്ലോ, ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് സഹായകനെ നൽകാം. അവനാണ് നിങ്ങളെല്ലാ കാര്യവും പഠിപ്പിക്കുക. അവനാണ് യുഗാന്ത്യം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്കും ഇന്നു മുതൽ പരിശുദ്ധ അമ്മയുടെ കൂടെ അപ്പസ്തോലന്മാരോടൊപ്പം മട്ടുപ്പാവിലേക്ക് പോകാം. നമ്മുടെ ഹൃദയമാകുന്ന മട്ടുപ്പാവിലേക്ക്. എന്നിട്ട് അവിടുത്തെ കുറവുകളൊക്കെ പരിശോധിക്കാം. ഏത് ബലഹീനതയാണ് നമുക്കെപ്പോഴും വരുന്നത്? ചിലർക്ക് സഹിക്കാനുള്ള ശക്തി ഉണ്ടാകില്ല. മറ്റുള്ളവരെപ്പോഴും നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമിക്കാനുള്ള ശക്തി ഉണ്ടാകില്ല. ജോലിയെടുത്ത് തളരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. മറ്റുള്ളവരൊന്നും കൃത്യങ്ങൾ വളരെ കൃത്യതയോടെ നിർവഹിക്കാത്തത് കാണുമ്പോൾ, അലസരായിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ചിലർക്ക് ജഡികമായ പാപങ്ങളുടെ വലിയ പ്രലോഭനങ്ങളുണ്ടാകാം. ചിലർ ലഹരിക്ക് അടിമയാകാം. ചിലർക്ക് വാ തുറന്നാൽ മറ്റുള്ളവരെ ഉപദേശിക്കലും തിരുത്തലുമായിരിക്കും പ്രധാന ജോലി. സ്വയം നന്നായിട്ടുണ്ടോ, സ്വന്തം വാക്കുകളും പ്രവർത്തനങ്ങളും ശരിയാക്കിയിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള കഴിവ്, കൃപ ഇല്ല. കാണുന്നവരിലെല്ലാം കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നൊരു പ്രകൃതം പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത ഒരു പാപമാണത്. വാഴ്ത്തപ്പെട്ട എലേന 13-ാം ലയോ മാർപ്പാപ്പയുടെ മുമ്പിൽ സമർപ്പിച്ച ഒരപേക്ഷ, ആകെ ഒരപേക്ഷയെ അപേക്ഷിച്ചിട്ടുള്ളൂ. അത് പറഞ്ഞത് വിശ്വാസികളെ അവിടുന്ന് വീണ്ടും മട്ടുപ്പാവിലേക്ക് നയിക്കണം എന്നാണ്. അപ്പോൾ നമുക്കും നമ്മുടെ മട്ടുപ്പാവിൽ ഒരു നല്ല മുറി ഒരുക്കാൻ പരിശുദ്ധാത്മാവിലേക്ക് നമുക്ക് തിരിയാം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നാൽ പിന്നെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന് നമുക്കറിയാം. 13-ാം ലയോ മാർപ്പാപ്പ 1897 മെയ് 9 പ്രസിദ്ധീകരിച്ച ഡിവിനും ഇല്ലൂഡ് മുനൂസ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രത്യേക ലേഖനത്തിൽ സഭയോട് ഈ പ്രത്യേക നൊവേന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ നൊവേന ഇന്നു മുതൽ ചൊല്ലിത്തുടങ്ങാം. ഈ നൊവേന ചൊല്ലുന്നതിൻ്റെ ഏക ലക്ഷ്യം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയണം. വരദാന ഫലങ്ങളാൽ നമ്മൾ നിറയണം. ഈ 9 ദിവസം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സുകൃത ജപങ്ങൾ ചൊല്ലാം. ഓരോ ദിവസം ഓരോ സുകൃത ജപങ്ങൾ നമുക്ക് ചൊല്ലാം. അത് 1000 തവണ ചൊല്ലാൻ സാധിച്ചാൽ നല്ലത്. അങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാൻ, മേൽപ്പറഞ്ഞ നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ, നമ്മൾ ബലഹീനരല്ലേ, നമുക്ക് ദേഷ്യം വരും, വെറുപ്പ് വരും, പെട്ടെന്ന് അവരെന്താ ഇങ്ങനെ ചെയ്യണേ, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ നിരന്തരം വീട്ടിലുള്ളവരുടെയും നാട്ടിലുള്ളവരുടെയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അവരെ ഉപദേശിക്കാൻ നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് മാറ്റാൻ ഈ പരിശുദ്ധാത്മാവിനോട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ അഗ്നി ജ്വലിക്കാൻ, അധരത്തിൽ വചനം നിറയാൻ, ദിവ്യമായ ദർശനങ്ങൾ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നൊവേന വ്യാഴാഴ്ച ആരംഭിച്ച് പെന്തക്കുസ്തായുടെ തലേദിവസം ശനിയാഴ്ചയാണ് അവസാനിപ്പിക്കാറ്. എന്നാൽ വേണമെങ്കിൽ ഇത് വെള്ളിയാഴ്ച ഇന്ന് തുടങ്ങി പെന്തക്കുസ്ത തിരുനാൾ ദിവസമായ ഞായറാഴ്ചത്തെ ആഘോഷത്തോടൊപ്പം നമുക്ക് അവസാനിപ്പിക്കാം. ഇതിന് ഓരോ ദിവസത്തേക്കും പ്രത്യേകം പ്രാർത്ഥനയുണ്ട് കേട്ടോ. ഓരോ ദിവസത്തെ പ്രാർത്ഥനകളും ചുരുക്കി പറയുകയേ ഉള്ളൂ. അത് നിങ്ങൾ വീട്ടിലിരുന്ന് പുസ്തകങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി.
ഒന്നാം ദിവസം, അതായത് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് തുടങ്ങുന്നത്. നമ്മൾ ഏറ്റവും അധികം ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന സുഹൃത ജപം നമുക്ക് 1000 തവണ ചെല്ലാൻ ശ്രമിച്ചു നോക്കാം. പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. അപ്പോൾ ഇന്ന് നൊവേന നടത്തേണ്ടത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രാർത്ഥന നമുക്ക് പറ്റാവുന്ന പോലെ ചൊല്ലുക. ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുക. പിന്നീട് പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി നമ്മുടെ നാഥനായ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്താൽ ഒന്നിച്ചു കൂടുന്നു. നമ്മളും അതുപോലെ ഹൃദയത്തിൽ ഒന്നിച്ചു കൂടണം. സ്വാർത്ഥത, വെറുപ്പ്, വിരോധം, കുടുംബാംഗങ്ങളോടുള്ള അവഗണന, അതുപോലെ നമ്മുടെ ഉറ്റവരോടും അയൽവക്കക്കാരോടും സഹജീവികളോടും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് നമുക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം. മാപ്പ് ചോദിച്ചാൽ മാത്രമായില്ല, ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈ മനസ്താപ പ്രാർത്ഥന. ഓ എൻ്റെ ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നാഥ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷാകേന്ദ്രവുമായ അങ്ങയെ വാക്കാലും ചിന്തയാലും പ്രവൃത്തിയാലും കുത്തിമുറിവേൽപ്പിച്ച അവസരങ്ങളെ ഞാൻ കൺമുമ്പിൽ കാണുന്നു. ഈശോയെ, എൻ്റെ എളിയ കാഴ്ചയായി എൻ്റെ ജീവിതത്തെ അങ്ങ് സ്വീകരിക്കണമേ. ഇനിമേൽ പാപത്തിൽ വീഴുകയില്ല എന്ന പ്രതിജ്ഞയോടെ നാഥ, ഞാൻ നിൻ്റെ അരികെ നിലകൊള്ളുന്നു. പരിശുദ്ധാത്മ കൃപയാൽ ഇനിമേൽ തഴക്കദോഷങ്ങളിൽ വീഴുകയോ ഒരു ചെറിയ പാപം പോലും ചെയ്യുകയോ ഇല്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിൻ്റെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. ആമേൻ. അടുത്തത് എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. വിനയഗുണത്തിൻ്റെ മാതൃകയായി മനസാക്ഷിയുടെ സ്വരമായി ഞങ്ങളിൽ വാഴുന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അഹങ്കാരത്തിൻ്റെ ചെങ്കോലും കിരീടവും ജീവിതയാത്രയിൽ കൈമുതലായി ഞങ്ങൾ സൂക്ഷിച്ചപ്പോൾ വിനയത്തിൻ്റെ മാതൃകയായി അവിടുത്തെ പുത്രനെ അങ്ങ് ഞങ്ങളിലേക്ക് അയച്ചുവല്ലോ. ഓ നല്ല ദൈവമേ, അങ്ങേ പുത്രനെ അനുകരിച്ച് എല്ലാവരോടും എളിമയോടെ വർത്തിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. എളിമയുള്ളവർക്കായി രക്ഷയുടെ കാനാൻ ദേശം വാഗ്ദാനം ചെയ്ത കർത്താവേ, ശാന്തശീലരായി എളിമയുള്ളവരായി ക്രൂശിതൻ്റെ പിന്നാലെ പോകുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. ഓ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, പാവങ്ങളുടെ പിതാവേ, രോഗികളുടെയും പീഡിതരുടെയും ആശ്വാസമേ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, ആത്മാവിൻ്റെ വിശുദ്ധീകരണമേ, ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഭക്ത്യാദരങ്ങളോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്ന മാലാഖവൃന്ദങ്ങളോടൊപ്പം ഞാനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഏറ്റുപറയുന്നു. അങ്ങ് നിത്യനാണെന്നും സത്തയിൽ പിതാവിനോടും പുത്രനോടുമൊപ്പം ഒന്നാണെന്നും ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. നന്മയുടെ നിറകുടമായ അങ്ങ് എന്നെ രക്ഷിക്കുകയും എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഓ ദിവ്യ സ്നേഹമേ, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി എല്ലാ സ്നേഹത്തിനും യോഗ്യനും നന്മ നിറഞ്ഞവനുമായ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. നന്ദിഹീനനായ ഞാൻ അങ്ങയുടെ ദിവ്യ പ്രചോദനങ്ങളെ അവഗണിച്ചുകൊണ്ട് താൽക്കാലിക പാപസുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് കണ്ണീരോടും ഉരുകിയ ഹൃദയത്തോടും കൂടെ മാപ്പ് അപേക്ഷിക്കുന്നു. എൻ്റെ തണുത്തു മരവിച്ച ഹൃദയമിതാ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രകാശരശ്മി കൊണ്ട് അതിൽ തുളച്ചു കയറി അങ്ങേ തീപ്പൊരി കൊണ്ട് എൻ്റെ പാപഭാരമാകുന്ന മഞ്ഞുകട്ടയെ ഉരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ ദൈവകൃപകളും വരപ്രസാദങ്ങളും നിറച്ച അപ്പസ്തോലന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവീക തീക്ഷ്ണത ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയവും അവിടുത്തെ പരിശുദ്ധ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ദുഷ്ടശക്തികൾക്കെതിരെ എന്നെ ശക്തിപ്പെടുത്തണമേ. ജ്വലിക്കുന്ന ശക്തിയെ നിൻ്റെ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ വഴികാട്ടിയെ, സ്വർഗരാജ്യത്തിൻ്റെ ചിന്തകളാൽ എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും എരിയിക്കണമേ. പരിശുദ്ധ മാടപ്രാവേ, എന്നെ നിഷ്കളങ്കനാക്കണമേ. ശാന്തതയുടെ ഇളം തന്നലേ, എന്നിൽ ആസക്തികളുടെ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കണമേ. പരിശുദ്ധ തീനാളമേ, അങ്ങയെ സ്തുതിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ തണൽ മേഘമേ, നിൻ്റെ നിഴലിന് കീഴിൽ എനിക്ക് അഭയം നൽകണമേ. സ്വർഗീയ ദാനങ്ങളുടെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, സ്വർഗീയ വരങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. ദൈവിക ചിന്തയിൽ വളരുവാനും തൃത്വേക ദൈവത്തിൻ്റെ സ്നേഹകൂടാരങ്ങളായി വാഴുവാനും ഞങ്ങൾക്ക് കൃപയേകണമേ. അങ്ങ് പിതാവിനോടും പുത്രനോടും ഒപ്പം വാഴുന്നത് പോലെ ഭൂമിയിൽ അങ്ങേ ഭവനങ്ങളായ സഹോദരർക്കൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും പ്രാപ്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഇന്ന് ലേഖനം
1 കൊറിന്തോസ് 2-ാം അധ്യായം 9 മുതൽ 12 വരെ വായിക്കാം. അതുപോലെ ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 16:12 മുതൽ 15 വരെ നമുക്ക് വായിക്കാം. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ. സഭയിലാണ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടായ്മകളിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പ്രാർത്ഥനകളിൽ അവിടുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴും വരങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അവിടുന്ന് സഭയെ പടുത്ത് ഉയർത്തുകയാണ്. 1 കൊറിന്തോസ് 12:2 വായിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം നമുക്ക് പാടാം. അതിനുശേഷം സമാപന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എൻ്റെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങ് സൃഷ്ടാവും സർവശക്തനുമായ ദൈവവും ജീവൻ്റെ ഉറവിടവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ശരീരം അങ്ങയുടെ ജീവനും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുത്തെ പരിപാവനമായ തിരുരക്തം എൻ്റെ മേൽ ഒഴുക്കി എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ. എൻ്റെ എല്ലാ പാപങ്ങൾക്കുമായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ എല്ലാ മുറിവുകളും കോപവും കുറ്റബോധവും ഉള്ളിലടിഞ്ഞുകൂടിയിരിക്കുന്ന വേദനിപ്പിക്കുന്ന എൻ്റെ ഓർമ്മകളും സുഖപ്പെടുത്തണമേ. കർത്താവെ, അങ്ങേക്കെതിരായും എൻ്റെ അയൽക്കാർക്കും സഹോദരങ്ങൾക്കുമെതിരായും ഞാൻ പാപം ചെയ്തു പോയി. പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നാഥനായി രക്ഷകനായി അവിടുന്ന് കടന്നു വരണമേ. അങ്ങ് എൻ്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്കൊന്നിനെക്കുറിച്ചും ഭയമില്ല. പുത്രനായ ദൈവം എൻ്റെ ഹൃദയത്തിലാണ് എന്ന ബോധ്യം എനിക്ക് ധൈര്യവും ശക്തിയും പകരുന്നു. കർത്താവായ യേശുവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. അങ്ങ് ജീവനാണ്. അതിനാൽ ഞാനും ജീവിക്കുന്നു. രക്തസ്രാവക്കാരിയെ സ്പർശനത്താൽ സൗഖ്യമാക്കിയ കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ശക്തിയാലും എന്നെ നയിക്കുകയും നീതീകരിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, അങ്ങ് സർവശക്തനും കാരുണ്യവാനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അങ്ങയുടെ സ്പർശനത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തിൻ്റെയും എല്ലാ മുറിവുകളും രോഗങ്ങളും സുഖപ്പെട്ടിരിക്കുന്നു. എന്നെ അങ്ങയിലേക്ക് അടുപ്പിച്ചതിനും സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും പരിപൂർണമായി സൗഖ്യപ്പെടുത്തിയതിനും ഞാൻ നന്ദി പറയുന്നു. സ്നേഹനിധിയായ ദൈവമേ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നിരിക്കുന്ന ദൈവമേ, അങ്ങയെ ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഭക്ത്യാദരങ്ങളോടെ ആരാധിക്കുന്നു. ആമീൻ. നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ രചയിതാവും സർവ്വ ആഹ്ലാദവും സമാശ്വാസവും നൽകുന്ന ആളായിട്ടും പരിശുദ്ധാരൂപിയെക്കുറിച്ച് ക്രിസ്ത്യാനികൾക്ക് വളരെ കുറച്ച് മാത്രമേ അറിയൂ എന്നത് എത്ര അസാധാരണമാണ്. കർദിനാൾ മാനിങ് പറയുന്നതാണ്. പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കൂടുതൽ വിളിക്കേണ്ടത്. എന്നാൽ നമ്മൾ അതിനത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇന്ന് ഓർത്തെടുക്കാം. നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവിന് എന്നെങ്കിലും നമ്മൾ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ കൊടുക്കാറുണ്ടോ? എപ്പോഴും പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് പറയാറുണ്ടോ? ഈ കർദിനാൾ ഒരു പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസിയായിരുന്നു. പിന്നീട് പരിശുദ്ധാരൂപിയുടെ സഹായത്തോടെ തീക്ഷ്ണതയുള്ളൊരു കത്തോലിക്ക വിശ്വാസിയായിട്ട് അദ്ദേഹം മാറി. നമുക്കും ഇന്ന് പരിശുദ്ധാത്മാവിനെ മറന്നു കളഞ്ഞതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ, ഞാനങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് ഈ 1-ാം ദിവസത്തെ സുകൃതജപം 1000 തവണ ചൊല്ലാൻ ശ്രമിക്കാം. ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ആരും വിഷമിക്കരുത്. നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ മനസ്സുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവെ, ഞാനങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയാം. ഇന്നത്തെ നൊവേന പ്രാർത്ഥന ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് മുഴുവൻ നമുക്കിങ്ങനെ ചൊല്ലാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ആമേൻ.